ഹലോ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക് സ്പോട്ടിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷനിലേക്ക് ഏവർക്കും സ്വാഗതം. അതിനു മുമ്പ് വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ട നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആദരാഞ്ജലികൾ രേഖപ്പെടുത്തുന്നു. അപ്പോൾ നിങ്ങൾക്ക് കഴിയുന്ന സഹായ സഹകരണങ്ങൾ അവിടെ ചെയ്യണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു വെറൈറ്റി ഇൻഫർമേഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും ഒരു മിഥ്യാധാരണ, നമുക്കിപ്പോൾ പേഴ്സണൽ ലോൺ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് ലോൺ ഇതെല്ലാം വേണമെങ്കിൽ സാലറി വേണം, സാലറി സ്ലിപ്പ് വേണം, സ്റ്റേറ്റ്മെൻറ്റ് വേണം. എസ്പെഷ്യലി ക്രെഡിറ്റ് കാർഡ് എടുക്കുമ്പോൾ ആൾക്കാരുടെ മനസ്സിൽ ഇങ്ങനെ അപ്ലൈ ചെയ്താൽ നമ്മുടെ മനസ്സിൽ കിട്ടില്ല, എന്തിനാണ് വെറുതെ അപ്ലൈ ചെയ്ത് സമയം പോകും എന്ന രീതിയിലുള്ളൊരു ഒരു മനസ്സാന്നിധ്യമാണ് എല്ലാവർക്കും ഉള്ളത്. പക്ഷേ അങ്ങനെയല്ല. ഇപ്പോൾ ഞാൻ മിനിങ്ങാന്നൊരു ലിങ്ക് കിട്ടി. ആ ലിങ്ക് വഴി ഞാൻ യെസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്തു. ഞാനതിൽ ചുമ്മാതെ കൊടുത്തത് ഷോപ്പ് ഓണർ എന്ന രീതിയിലാണ് ഞാൻ കൊടുത്തത്. എനിക്ക് ക്രെഡിറ്റ് കാർഡ് കിട്ടി, യെസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് കിട്ടി. അത് അവർ കൊറിയറിൽ കൺസൈൻമെൻറ്റ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ ക്രെഡിറ്റ് കാർഡ് പേഴ്സണൽ ലോൺ മാറ്റി വയ്ക്കൂ. ഞാൻ ക്രെഡിറ്റ് കാർഡിൻ്റെ കാര്യമാണ് പറയുന്നത്. ക്രെഡിറ്റ് കാർഡ് വേണമെങ്കിൽ നിങ്ങൾ ഫില്ല് ചെയ്യുക. ഞാൻ ലിങ്ക്, അതിൻ്റെ യെസ് ബാങ്കിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നിങ്ങൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് പിന്നെ അവിടെ നിങ്ങളുടെ ഇത് ചോദിക്കുമല്ലോ, പ്രൊഫഷൻ. അവിടെ സാലറിയുടോ സെൽഫ് എംപ്ലോയിഡോ കൊടുക്കുക. അതിൽ സെൽഫ് എംപ്ലോയിഡ് കൊടുത്തിട്ട് നിങ്ങൾ പ്രൊപ്പറേറ്റർ എന്ന് കൊടുക്കണം താഴെ. അത് നിങ്ങൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് കാണാൻ സാധിക്കും. അത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ചില സമയങ്ങളിൽ ഒരു വെരിഫിക്കേഷൻ അവിടെ വരും. ഇൻ കേസ് എൻ്റെ കേസിൽ എൻ്റെ അപ്ലൈ ചെയ്ത സമയത്ത് വെരിഫിക്കേഷനോ ഒന്നും തന്നെയില്ല. ഞാൻ അപ്ലൈ ചെയ്തു, രണ്ടാമത്തെ ദിവസം ഞാൻ സ്റ്റാറ്റസ് ചെക്ക് നോക്കുമ്പോൾ അപ്രൂവ്ഡ് എന്ന് കണ്ടു. പിന്നെ കൺസൈൻമെൻറ്റ് മീൻസ് ട്രാൻസിസ്റ്റിലാണ്, അത് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ കാണിച്ചു തരാം. ഇൻ കേസ് നിങ്ങൾക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും ഒരു ഷോപ്പ് ഉണ്ടെങ്കിൽ, ചെറിയൊരു ഷോപ്പ് ഉണ്ടെങ്കിൽ, നിങ്ങൾ ആ ഷോപ്പിൻ്റെ അഡ്രസ്സ് കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ നാട്ടിൽ പരിചയമുള്ള ഏതെങ്കിലും ഒരു ഷോപ്പ് നിങ്ങൾക്ക് കാണുമല്ലോ. അപ്പോൾ ആ ഒരു ഷോപ്പിൻ്റെ അഡ്രസ്സ് കൊടുക്കുക. അവിടെ വെരിഫിക്കേഷനോ കാര്യങ്ങളൊന്നും പോകില്ല. ചിലപ്പോൾ 100-ൽ ഒരു 1% മാത്രമേ വെരിഫിക്കേഷന് പോയുള്ളൂ. ക്രെഡിറ്റ് കാർഡിന് അങ്ങനെ വെരിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, അവർക്ക് ഇയാൾ ക്രെഡിറ്റ് കാർഡ് എടുത്താൽ അടയ്ക്കാൻ കഴിയുമോ സമയത്തിന് എന്ന രീതിയിൽ അവർ അത് കാണുകയുള്ളൂ, അവർ നോക്കി കാണുകയുള്ളൂ. ഓക്കെ, പിന്നെ ഒരു ആവറേജ് സിബിൽ സ്കോർ വേണം. സിബിൽ പൊട്ടിത്തകർന്ന ആർക്കും അവർ ക്രെഡിറ്റ് കാർഡ് കൊടുക്കില്ല. ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തത്, ഞാൻ സാലറിയുടെ ആണെങ്കിലും ഞാൻ ബിസിനസ് എന്ന് പറഞ്ഞാണ് അപ്ലൈ ചെയ്തത്. ഒന്നും ചോദിച്ചില്ല. ഞാനൊരു ടീ ഷോപ്പിൻ്റെ പേര് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെയാണ്, അദ്ദേഹത്തിൻ്റെ പേര് മാറ്റി എൻ്റെ പേര് കൊടുത്തു. ആപ്ലിക്കേഷനിലാണ് കേട്ടോ, ഈ ഫില്ല് ചെയ്യുന്ന സമയത്തുള്ള പേര് മാറ്റി പേര് കൊടുത്തു. ഡീറ്റെയിൽസ് എല്ലാം ക്ലിയർ ആയിട്ട് കൊടുത്തു. പിന്നെ അവരെന്നെ ചെന്നൈയിൽ നിന്നോ ഡൽഹിയിൽ നിന്നോ വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ടീ ഷോപ്പുണ്ട്, ആ ടീ ഷോപ്പ് എൻ്റെ ആണെന്ന് പറഞ്ഞ് ഞാൻ പുള്ളിയെടുത്തും പറഞ്ഞു ഇങ്ങനെ വെരിഫിക്കേഷൻ ആരെങ്കിലും വരികയാണെങ്കിൽ പറയണമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അതൊന്നും നമ്മൾ ഉടായ്പല്ല. ഇത് നമ്മൾ ഒരു സാധനം കിട്ടാൻ വേണ്ടി ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ വേണ്ടി നമ്മൾ കാണിക്കുന്ന ഒരു ടെക്നിക്കാണെന്ന് വേണ്ടി പറയാം. ഓക്കെ, നമ്മൾ കള്ളത്തരമൊന്നും കാണിക്കുന്നില്ല. ഇൻ കേസ് അവർ വെരിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് അടയ്ക്കാവുന്ന നമുക്കൊരു സാമ്പത്തികമുണ്ട് എന്നത് അവർക്ക് കാണണം, അത്രയേ ഉള്ളൂ. ഇതാണ് ഞാൻ യെസ് ബാങ്കിൻ്റെ അപ്ലൈ ചെയ്തത്. യുവർ ക്രെഡിറ്റ് കാർഡ് ആപ്ലിക്കേഷൻ ഈസ് അപ്രൂവ്ഡ്. ദ കാർഡ് വിൽ ബി ഡെലിവേർഡ് ടു ദി രജിസ്റ്റേർഡ് അഡ്രസ് വിത്തിൻ 5 വർക്കിംഗ് ഡേയ്സ്. അപ്രൂവ്ഡ് കാണിക്കുന്നത്. ആപ്ലിക്കേഷൻ നമ്പറെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ മുകളിൽ കൊടുത്തിരിക്കുന്നതാണ് യുവർ യെസ് ബാങ്ക് ഷിപ്മെൻറ്റ് വാസ് സെൻഡ് ഓൺ 2 August 2024 വൈറ്റ് ബ്ലൂ ഡാറ്റ WB. നമ്മൾ ആ ഒരു നമ്പർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്താണ് അതിൻ്റെ സ്റ്റാറ്റസും കാര്യങ്ങളുമെല്ലാം കാണാൻ സാധിക്കും. അപ്പോൾ ഇതും ഞാൻ SBIയുടെ ക്രെഡിറ്റ് കാർഡാണ്. ഞാനിതും അങ്ങനെ തന്നെയാണ് അപ്ലൈ ചെയ്തത്. അപ്പോൾ SBIയുടെ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട, നോക്കൂ, ആവശ്യമുള്ളവർ നോക്കൂ. ഞാൻ രണ്ടിനും ലിങ്ക് കൊടുത്തിരിക്കാം. നിങ്ങൾ യെസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഇങ്ങനെ അപ്ലൈ ചെയ്താൽ തീർച്ചയായിട്ടും 99% നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇത് ഇപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്നത് SBIയുടെ ആണ്. ഇവിടെ എനിക്ക് ഫ്രീ ഓഫർ തന്നു. ഒരു 3,28,683 രൂപ ലോൺ കിട്ടുന്ന ഒരു ഓപ്ഷൻ തന്നു. ഒരു ഹോസ്പിറ്റൽ കേസിന്, ഒരു സർജറി കേസിന് ഞാൻ എടുത്തതാണ്. അതിൽ കുറച്ച് ഞാൻ പെട്ടുപോയി നിൽക്കുകയാണ്. കാരണം എനിക്ക് -7980 ആണ് ക്രെഡിറ്റ് ലിമിറ്റ് കിട്ടുന്നത്. ക്രെഡിറ്റ് ലിമിറ്റായി കാണിക്കുന്നത് മൈനസ് ബാലൻസ് ആണ്. കാരണം ഇവർ ഈ എടുത്തതിൻ്റെ ഇൻട്രസ്റ്റ് ആണ് അവിടെ കാണിക്കുന്നത്. ഞാൻ കഴിഞ്ഞ മാസം 25,814 രൂപ അടച്ചു. എന്നാലും അവിടെ ആ ഒരു നെഗറ്റീവ് ബാലൻസ് വന്നു. ബാലൻസ് എടുത്ത് ഞാൻ വേറെ ഏതെങ്കിലും, ഇപ്പോൾ ആക്സിസ് ബാങ്ക് യൂസ് ചെയ്യുന്നുണ്ട്, അതിലേക്ക് ഇത് അടച്ചതിന് ശേഷം ആക്സിസിലേക്ക് ഞാൻ അടുത്ത ബാലൻസ് കൊടുക്കും. അങ്ങനെ റൗണ്ട് ചെയ്താണ്, അതായത് അഡ്ജസ്റ്റ് ചെയ്താണ് ഞാൻ പോകുന്നത്. ഞാൻ ലിങ്ക് താഴെ കൊടുത്തിരിക്കാം. നിങ്ങൾ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ക്രെഡിറ്റ് കാർഡ് ഓപ്ഷൻ കിട്ടും. പക്ഷേ നിങ്ങളുടെ എലിജിബിലിറ്റി ഉള്ള ആ ഒരു കാർഡിൽ മാത്രമേ അവരെത്തിക്കുകയുള്ളൂ.
പല ബാങ്കിൻ്റെയും പല കാർഡിനും നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ പേഴ്സണൽ ലോൺ എടുത്താൽ ഇൻട്രസ്റ്റ് റേറ്റ് പല ബാങ്കിനും പലതാണ്. ഇപ്പോൾ തിരിച്ചടയ്ക്കുന്ന കാലാവധി, അതുപോലെ തന്നെ ടെന്യൂരിറ്റി, അങ്ങനെ പല പല എന്താ പറയുക ബാങ്കിൻ്റെ ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷനിൽ നിക്ഷിപ്തമാണ് അവരുടെ ആ ഒരു ഓഫേഴ്സുകൾ. ക്രെഡിറ്റ് കാർഡും അങ്ങനെ തന്നെയാണ്. ചില ബാങ്കുകൾ സ്ട്രിക്റ്റ് ആയിട്ട്, ഇപ്പോൾ ചില ഉദാഹരണം ഞാൻ പറയും, എസ് ബി ഐയിലെ ക്രെഡിറ്റ് കാർഡ് വേണമെങ്കിൽ അല്ലെങ്കിൽ പേഴ്സണൽ ലോൺ വേണമെങ്കിൽ നമ്മുടെ സിബിൽ സ്കോർ, അതായത് നമ്മുടെ പാലും പഴവും പോലെ ഇരിക്കണം. എന്ത് തന്നെയായാലും സിബിൽ സ്കോർ ആയിക്കോട്ടെ, പേഴ്സണൽ ലോൺ ആയിക്കോട്ടെ, ബൈക്ക് ലോൺ ആയിക്കോട്ടെ, എന്ത് തന്നെയായാലും പക്കയായിരിക്കണം, അല്ലെങ്കിൽ എസ് ബി ഐ റിജക്റ്റ് ചെയ്ത് കളയും. പക്ഷേ അങ്ങനെയല്ല എസ് ബാങ്ക് ഒരുവിധം ക്ലിയർ ആണെങ്കിൽ അവർ, കാരണം എസ് ബാങ്ക് കഴിഞ്ഞൊരു 4-5 മാസത്തിന് മുമ്പ് കുറച്ച് തകർച്ച നേരിട്ടതാണ്. ഏകദേശം ഒരു 3,000-3,500 കോടിയോളം നഷ്ടം വന്നു. എന്നാൽ ഇപ്പോൾ അവർ എന്താ പറയുന്നത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗ്രാഫ് വളരെ ഹൈയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാർ ലോണും അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് കിട്ടണമെങ്കിൽ നിങ്ങൾ എസ് ബാങ്കിൽ അപ്ലൈ ചെയ്യുക, തീർച്ചയായിട്ടും കിട്ടും. അത് ഉദാഹരണം ഞാൻ തന്നെയാണ്. കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാമെന്ന് ഞാൻ മനസ്സിൽ കരുതി ജസ്റ്റ് എന്താ പറയുന്നത് ഒന്ന് പോയി നോക്കിയപ്പോഴാണ് എനിക്ക് കാർഡ്, ഞാൻ അന്തം വിട്ട് പോയി, പെട്ടെന്ന് അപ്രൂവൽ എന്ന് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്യണം. എനിക്കൊരു 5 ദിവസം കഴിഞ്ഞ് കാർഡ് കിട്ടും. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഫില്ല് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക. ഇവിടെ ഒന്നുമില്ല, നിങ്ങൾക്ക് ഡൗട്ട് ഇടേണ്ട കാര്യമില്ല. നിങ്ങളുടെ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ആധാരമായിട്ട് അല്ലെങ്കിൽ പാനുമായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. ഒരു OTP വരും, ആ OTP ഇവിടെ കൊടുക്കുക. നമ്മൾ OTP കൊടുത്ത് വെരിഫൈ ചെയ്തു. ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് മുഴുവനും ഇവിടെ എൻ്റർ ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്ത്, പാൻ കാർഡ് നമ്പർ. ഞാൻ കണ്ടു ഇത് സെൽഫ് എംപ്ലോയിഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, ഞാൻ സാലറി കൊടുത്തിട്ടില്ല, സെൽഫ് എംപ്ലോയിഡ് എന്ന് കൊടുത്തു. മന്ത്ലി ഇൻകം ഒരു 50,000 കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾ വരുന്ന സമയത്ത് ഡെപ്പോസിറ്റ് ഇൻ ബാങ്ക് തന്നെ കൊടുക്കുക, ക്യാഷ് ചെക്ക് ഒന്നും കൊടുക്കണ്ട. ഡെപ്പോസിറ്റ് ഇൻ ബാങ്ക്, ചിലപ്പോൾ നമുക്ക് ക്യാഷ് ആയിരിക്കും കിട്ടുന്നത്, അത് നിങ്ങൾ ഡെപ്പോസിറ്റ് ഇൻ ബാങ്ക് എന്ന് കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ അപ്ലൈ ചെയ്ത ആ ഒരു ഓപ്ഷനോടെ കാണിക്കുന്ന ആപ്ലിക്കേഷൻ വിത്ത് ദ സെയിം മൊബൈൽ നമ്പർ ഓൾറെഡി എക്സിസ്റ്റ്, ഡു യു വാണ്ട് ടു കണ്ടിന്യൂ വിത്ത് അതർ എക്സിസ്റ്റിംഗ് ആപ്ലിക്കേഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ കണ്ടിന്യൂ കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ ഒരു കാർഡിന് എന്തെങ്കിലും, ഞാൻ ഓൾറെഡി എനിക്ക് അപ്ലൈ ആ കാർഡിന് എന്തെങ്കിലും ഇഷ്യൂ സംഭവിക്കും, അതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല. അപ്പോൾ ഇനി വരാൻ പോകുന്ന വീഡിയോയിൽ നമുക്ക് ഇങ്ങനെ സാലറിയും ഇൻകം പ്രൂഫും സിബിലും ഇല്ലാതെ എങ്ങനെ ക്രെഡിറ്റ് കാർഡ് നമുക്ക് ലഭിക്കും, അതുപോലെ പേഴ്സണൽ ലോൺ എങ്ങനെ കിട്ടും, പേഴ്സണൽ ലോൺ കിട്ടുന്ന ഏറ്റവും ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞ ബാങ്ക് ഏതാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എമൗണ്ട് കിട്ടുന്ന ബാങ്ക് ഏതാണ്, ഏറ്റവും കൂടുതൽ കാലാവധി കിട്ടുന്ന ബാങ്ക് ഏതാണ്, അങ്ങനെ ഡീറ്റെയിൽസ് തീർച്ചയായിട്ടും ഈ വരുന്ന വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.